പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരെപ്പറ്റി പറയുമെന്ന് വല്ലാത്തൊരു കൺഫ്യൂഷനുണ്ട്. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം, ജൂൺ 13 പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. രണ്ടുപേരുടെയും ഇടയിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മളത് ഇപ്രകാരം വായിക്കും: എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മഞ്ഞിഫിക്കാത്താണ്. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് തന്നെ, ഇവരെ കൂട്ടിയോജിപ്പിച്ച് പറയാനായിട്ട് ഇതിലും നല്ലൊരു കാര്യമില്ല. ഈശോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന രാത്രികളിലൊക്കെ പരിശുദ്ധ മാതാവ് വിശുദ്ധ അന്തോണീസിൻ്റെ കയ്യിൽ ഈ ഉണ്ണീശോയെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, സഭാചരിത്രം നമ്മളോട് പറയണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന രാത്രികളിലൊക്കെ ഉണ്ണീശോയെയും കൊണ്ട് പരിശുദ്ധ മാതാവ് അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഉണ്ണീശോ അന്തോണീസ് പുണ്യാളൻ്റെ കയ്യിൽ കയറി കൂടിയത്. പ്രാർത്ഥിച്ചത് മുഴുവൻ ആ കർത്താവിന് വേണ്ടിയിട്ടായിരുന്നേ. വേറൊന്നും ചോദിച്ചിട്ടില്ല, വേറൊരാഗ്രഹവും ഇല്ല. എനിക്ക് ഈശോയെ മാത്രം മതി. തമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹൃദയം തുടിക്കുന്ന ഒരു വിശുദ്ധൻ. അതേ കാര്യം പരിശുദ്ധ മാതാവിൽ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിൻ്റെ ഇഷ്ടം കണക്ക്. ദൈവം മാത്രം ഇങ്ങനെ ഉള്ളിൽ മാത്രമല്ല, ഉദരത്തിലും. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ. ഇങ്ങനെ ഈശോയ്ക്ക് സക്രാരിയായിട്ട് മാറിയ ഒരാൾ, അവളുടെ ഹൃദയം എത്രമാത്രം കർത്താവിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദൈവത്തിന് വേണ്ടി മനസ്സുരുകിയൊരു സ്ത്രീ എന്നൊക്കെ പരിശുദ്ധ മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ കാണാതായപ്പോൾ ഞാനും നിൻ്റെ പിതാവും എത്ര ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈശോ പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതല്ലേ. മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് മുഴുവൻ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്, അവനെക്കുറിച്ചുള്ള ചിന്തകളാണ്, അവനെക്കുറിച്ചുള്ള ആകുലതകളാണ്. അത് പിന്നെ ഈശോയുടെ ജീവിതകാലം മുഴുവൻ അവനെ പിന്തുടരുന്നത് നമ്മൾ കാണും. ആരൊക്കെയോ അവനെ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോഴും, കുറച്ചുപേർ അവനെ കല്ലെറിയാൻ കല്ലുകൾ എടുക്കുമ്പോഴും ഒക്കെ തൊട്ടടുത്ത പാരഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ഈശോയുടെ അടുത്തുള്ള സാന്നിധ്യം. അകലെയായിട്ടാണെങ്കിലും ഇങ്ങനെ ആ അമ്മ വന്ന് ഈശോയുടെ ഒപ്പം നിന്നിങ്ങനെ ഒന്ന് മടങ്ങിപ്പോകുന്നത് കാണും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ. ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ആകുലതയോടുകൂടെ തുടിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം നമുക്ക് വേണ്ടിയും ഇതുപോലെ തുടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നിട്ട് ആ അമ്മയെ തന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത്, ഇതാ നിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട്. തനിക്ക് വേണ്ടി തുടിച്ചൊരു ഹൃദയം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയും തുടിക്കുമെന്നറിയാവുന്നതുകൊണ്ട്, ആ വിമല ഹൃദയത്തിൽ പ്രാർത്ഥനകൾ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചേർത്ത് വയ്ക്കുമെന്നറിയാവുന്നതുകൊണ്ട്. അറിയാമല്ലോ, നമ്മുടെ അനുഭവമാണ്. എപ്പോഴൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഒരു ജപമാല കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് എൻ്റെ അമ്മേ എന്ന് വിളിച്ച നേരത്തൊക്കെ നമ്മൾ അറിയാതെ ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെ പൊതിയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുന്നോട്ട് പോകാനായിട്ട് തളർന്നിരുന്നു പോയ വഴികളിൽ നിന്ന് നമ്മളിങ്ങനെ ഊർജ്ജസ്വലതയോടുകൂടി എഴുന്നേറ്റോടിയിട്ടുള്ളത് നമുക്കറിയാവുന്നത്. പിന്നെ അമ്മ ഇങ്ങനെ നമുക്ക് വേണ്ടി അമ്മയുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ ചേർത്ത് വയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. ദൈവത്തിന് വേണ്ടി തുടിച്ചിരുന്നൊരു ഹൃദയം, അതങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് മനസ്സ് കാണിച്ച വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ. വേറൊന്നിനും വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. കർത്താവ് സുവിശേഷത്തിൽ പറയും, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല. ദൈവത്തെ അല്ലാതെ വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു വിശുദ്ധൻ, ദൈവത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ലെന്ന് ഈ ലോകത്തോട് നിരന്തരം പ്രഘോഷിച്ചു കൊണ്ടിരുന്ന ഒരാൾ, ആളുടെ നാവഴുകിപ്പോവാതെ ഇങ്ങനെ സ്വർഗം ഇപ്പോഴും തിരുശേഷിപ്പായിട്ട് മനുഷ്യർക്ക് മുൻപിൽ അത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് സുവിശേഷം. ഉള്ളിലിങ്ങനെ കർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്ന, ചിന്തിച്ചിരുന്ന, ധ്യാനമുണ്ടായിരുന്ന ഒരാളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ദൈവം എന്നുള്ള വാക്ക് തന്നെയായിരിക്കുമല്ലോ. ഈശോയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും വിളിച്ചു പറയലുകളും ആയിരിക്കുമല്ലോ. അങ്ങനെ ഈശോ എന്ന പുണ്യനാമം കൊണ്ട് എല്ലാ ദിവസവും അലംകൃതമായിരുന്നൊരു നാവ് ഇങ്ങനെ
അഴിഞ്ഞു പോകാൻ പാടില്ലെന്നുള്ളത് ഒരു കാവ്യനീതിയായിട്ട് സ്വർഗം കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. വിലകെട്ടവ പറയാതെ നല്ലത് മാത്രം ഉച്ചരിച്ചാൽ നിന്നെ ഞാൻ ദൈവത്തിൻ്റെ നാവ് പോലെയാക്കുമെന്നുള്ള വചനം വിശുദ്ധ അന്തോനീസിൽ നിറവേറ്റപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഈ ദൈവത്തോടുള്ള, എൻ്റെ ഈശോയോടുള്ള സ്നേഹമാണെന്നറിയണം. ഉള്ളു തുടിച്ചിരുന്നത്, ഹൃദയം മിടിച്ചിരുന്നത് ആ കർത്താവിന് വേണ്ടിയിട്ടായിരുന്നു. വിശുദ്ധ അന്തോനീസിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ഇതാ അങ്ങയെ തേടുന്നു. വിശുദ്ധ അന്തോനീസിനെ കണക്ക് കർത്താവിന് വേണ്ടി, കർത്താവിന് മാത്രമായി ജീവിക്കാൻ, സംസാരിക്കാൻ, നിലകൊള്ളാൻ ഒക്കെ വേണ്ട കൃപ തരണമേ എന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹൃദയം തുടിക്കാനായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം കണക്ക് ഈശോയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ തുടിച്ചു തുടങ്ങാനായിട്ട് കൃപ തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. വിശുദ്ധ മാനുവൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം വിശുദ്ധ മാനുവൽ ഗോൺസാലോ ഗാർസിയ. സാധാരണ നമ്മൾ പറയുന്ന ഗോൺസാലോ ഗാർസിയ പുണ്യവാളനല്ല, നേരെ മറിച്ച് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സക്രാരിയുടെ പുരോഹിതൻ എന്നറിയപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെട്ട സക്രാരിയുടെ മെത്രാൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹം ആദ്യമായിട്ട് ചാർജ് എടുക്കുന്ന പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ കന്നുകാലി തൊഴുത്ത് പോലെ കിടക്കുന്നൊരു പള്ളി, അതിനകത്ത് പൊടിയും ചെളിയും അഴുക്ക് പുരണ്ട് കിടക്കുന്നൊരു സക്രാരി. ഒറ്റയ്ക്കായി പോയ കർത്താവിനെ കുറിച്ചാണ് ഉള്ളിൽ വന്ന ചിന്ത. പിന്നീട് ഒരു ദിവസം പോലും ഇങ്ങനെ അവിടെ ചെന്നിരിക്കാത്ത, കർത്താവിനോട് കൂടെ ഇങ്ങനെ മണിക്കൂറുകൾ ചിലവഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈശോയുടെ ഏകാന്തതയെ ധ്യാനിച്ച ഒരു വിശുദ്ധൻ, ഈശോയുടെ ഒറ്റപ്പെടലിനെ കുറിച്ച് ഓർത്ത് അവിടത്തോട് കൂടെ ഇരുന്ന് അവിടുത്തെ സ്നേഹിക്കുകയും അവിടത്തോട് സംസാരിക്കുകയും ഈശോയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്തൊരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയം പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം കണക്ക് ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഹൃദയപൂർവ്വം തുടിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ഇനി എന്നാണ് അങ്ങയെ ഓർക്കുക, അങ്ങയെ ധ്യാനിക്കുക, അങ്ങയോട് ചേർന്നിരിക്കാനായിട്ടുള്ള സ്നേഹം കൊണ്ട് നിറയുക. പരിശുദ്ധ മാതാവിനെ കണക്ക്, വിശുദ്ധ അന്തോനീസിനെ കണക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള, അവിടുത്തെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം മുട്ടിന്മേൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, നീ മാത്രം, നിന്നെ മാത്രം, ആ ഒരു ഓർമ്മ, ആപ്തവാക്യം ഇങ്ങനെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാൻ അനുഗ്രഹം. ഈശോയെ, നീ മാത്രം, നിന്നെ മാത്രം, അതിനും അപ്പുറത്തേക്ക് ഒരാളില്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നത് മുഴുവൻ, ആഗ്രഹം മുഴുവൻ നിനക്ക് വേണ്ടി മാത്രം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.